നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നമ്മൾ എല്ലാവരും കഴിഞ്ഞ ആഴ്ചയിൽ കേട്ട ഒരു വാർത്തയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ ജോത്സ്യരെ പോയി കണ്ടു എന്നുള്ളതും ഈ ജോത്സ്യനുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ ജോത്സ്യൻ തന്നെ വെളിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട വാർത്തയൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനെ ന്യായീകരിക്കാൻ വേണ്ടി അന്തംഗമ്മികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകളൊക്കെ ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇരുന്ന് മെഴുകുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. നോക്കൂ, ആദ്യത്തെ സംസ്ഥാന സെക്രട്ടറി ഒന്നും അല്ല ജോത്സ്യനി അതുപോലെ വിശ്വാസപ്രകാരം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്യിക്കുന്ന ആദ്യത്തെ സെക്രട്ടറി അല്ല ഈ ഗോവിന്ദൻ. വേറൊരുത്തനുണ്ടായിരുന്നു, കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മകൻ DNA കേസിലും ഒരു മകൻ മറ്റേ ഈ കഞ്ചാവ് മയക്കുമരുന്ന് കേസിൽ MDMA കേസിലൊക്കെ ഉള്ളിൽ പോയിട്ടുള്ള രണ്ട് മക്കളുടെ ഒരു തന്ത. എന്തായാലും ആ കോടിയേരി ബാലകൃഷ്ണൻ അയാളും മരിച്ചുപോയി. അയാളും ഇതേപോലെ തന്നെ ആചാരാനുഷ്ഠാനങ്ങൾ പ്രകാരം ALS ഒക്കെ ധരിച്ചിരുന്ന ബാലനായിരുന്നു. ALS ബാലൻ എന്ന പേരൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു, അയാൾക്കുണ്ടായിരുന്നു, നമ്മൾക്കറിയാം. ഇത്തരത്തിൽ ഈ ഗോവിന്ദൻ ആർക്ക് വേണ്ടിയാണ് ജോത്സ്യനെ പോയി കണ്ടത് എന്ന വലിയൊരു ചോദ്യമൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നിരുന്നു. അത് എല്ലാവരും വലിയ ചോദ്യത്തോടെ തന്നെയായിരുന്നു. നോക്കൂ, നമ്മളെല്ലാവരും കരുതി കമ്മ്യൂണിസ്റ്റുകൾക്ക് ഒരു വിശ്വാസവും ഇല്ല, ആചാരവും ഇല്ല, അനുഷ്ഠാനവും ഇല്ല എന്നൊക്കെ ആണെങ്കിൽ അത് വിട്ടുകളയുക. കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ഫാമിലിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ടും അറിയാം ഒരു കമ്മ്യൂണിസ്റ്റ് ഫാമിലി എത്രത്തോളം വിശ്വാസകരമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്ന വിശ്വാസികൾ ഉണ്ട് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയുന്നതാണ്. എന്റെ ഒരു വലിയ അച്ഛന്റെ ഒരു ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു, വലിയച്ഛൻ എന്ന് വിളിക്കും ഞങ്ങൾ. അദ്ദേഹത്തിന്റെ മരണകാലത്ത് അദ്ദേഹത്തിന് കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗം വരുന്നു. മരണകാലത്ത് അദ്ദേഹത്തിന്റെ ഒരു വിശ്വാസവും ആചാരവും ഹിന്ദു ആചാരപ്രകാരം ചെയ്യാത്ത, പാലിക്കാത്ത അദ്ദേഹത്തിന്റെ വീട്ടിൽ നിലവിളക്ക് കൊളുത്തുന്നു, നാമം ചൊല്ലുന്നു, എല്ലാം ചൊല്ലുന്നു. മാത്രമല്ല മരിക്കുന്നതിന്റെ ആ തൊട്ട നാളുകളിൽ അദ്ദേഹം വീട്ടുകാരെ പറഞ്ഞു ഏൽപ്പിച്ചു, പൂർണ്ണമായിട്ടും ഹിന്ദു മതാചാര പ്രകാരം ഭഗവാനിൽ വലയം പ്രാപിച്ച ആ ആചാരപ്രകാരം എന്നെ സംസ്കാരം നടത്തണമെന്ന് പറഞ്ഞേൽപ്പിക്കുന്നു. അങ്ങനെ ആചാരം നടത്താൻ വേണ്ടി അദ്ദേഹത്തിന്റെ ആകെ ഒരു മകനും രണ്ട് പെൺകുട്ടികളും ഉള്ളതാണ്, 3 മക്കളാണ്. ഈ മകൻ തയ്യാറാവാതെ വരുന്നു. കാരണം ഈ മകനെ അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ളത് ഈ പറയുന്ന സംസ്കാരത്തിൽ നിന്ന് വിഭിന്നമായിട്ടായിരുന്നു. ഹിന്ദു ആചാരമോ മതമോ ഒന്നും ആചരിക്കുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മകൻ അവസാനം ഈ ചെറിയച്ഛന്റെ അനിയന്മാരുടെയും അതല്ലെങ്കിൽ സഹോദരിമാരുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങിയാണ് സ്വന്തം പിതാവിന്റെ മതാചാര പ്രകാരമുള്ള ശവസംസ്കാര ചടങ്ങിന് അനുവദിച്ചത് എന്നുകൂടി എന്റെ ഒരു അനുഭവത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ സഖാക്കന്മാർക്ക് വിശ്വാസമില്ല എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ്. അവരുടെ അത്ര വിശ്വാസമുള്ള ആളായിരിക്കില്ല ഒരു യഥാർത്ഥ വിശ്വാസി എന്നുള്ളത് പോലുമാണ്. നമ്മൾ സമൂഹത്തിൽ കാണുന്ന വിശ്വാസികളെക്കാൾ വലിയ വിശ്വാസമാണ് ഇവർക്കുള്ളത്. ഇതൊക്കെ പറയാൻ കാരണം എന്തെന്നറിയാമോ? കഴിഞ്ഞ മണിക്കൂറിലാണ് ഒരു ഓൺലൈൻ ചാനലിൽ വന്ന ഒരു വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് ഇങ്ങനെയാണ് വന്നത്: ക്ലിഫ് ഹൗസിൽ ഗോശാല പണിത് ഗോസേവ, കറുത്ത വസ്ത്രം ഇടാൻ കഴിയാത്തത് കൊണ്ട് കറുത്ത കാറിൽ യാത്ര, ഇനി 1008 ഭക്തരുമായുള്ള ഒരുമിച്ചിരുന്നുള്ള ശരണം വിളി, ശരണം എന്ന ശബ്ദത്തിൽ ദോഷം വിലയും പ്രാപിക്കും, പമ്പയിലെ ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നിലും ദൈവമേ രക്ഷിക്കൂ എന്ന ചിന്ത മാത്രം, അയ്യപ്പ സംഗമം ജീവൻ കാക്കാൻ രാജാവിന്റെ അവസാന ശ്രമം, ആ ജ്യോതിഷ ചാർത്ത് പുറത്തുവിടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഓൺലൈൻ ചാനൽ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. നമുക്ക് ഒരുപാട് സാമ്യതകളുണ്ട് ഈ ഓൺലൈൻ ചാനലിൽ പറയുന്ന കാര്യം. എന്തായാലും ആ വാർത്ത എന്താണ് എന്നുള്ളത് ഞാൻ ഇവിടെ വായിക്കാം. ഗംഭീര വാർത്തയാണ്, അത് കേൾക്കേണ്ടത് തന്നെയാണ്. കാരണം ഇവനെ അങ്ങനെ വെറുതെ ഒന്നും അയ്യപ്പസ്വാമി വെറുതെ വിടില്ല. കാരണം ജനകോടികളുടെ ഇത്ര കണ്ടുള്ള ശക്തി ആർജിച്ച ശരണം വിളിയോടുകൂടിയുള്ള പ്രാക്കുണ്ടല്ലോ, ആ പ്രാക്ക് ഇവനെ ഏൽക്കാതെ പോവില്ല. നമ്മൾ കണ്ടതാണ് 2018 ശബരിമല ആചാരാനുഷ്ഠാനം തകർക്കാൻ വേണ്ടി പിണറായി വിജയൻ കാട്ടിക്കൂട്ടിയ ദുഷ്ടത്തരങ്ങൾ എത്രയായിരുന്നു എന്നുള്ളത് ഒരു വിശ്വാസിയുടെയും മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോവാത്തത് തന്നെയാണ്. അതുകൊണ്ട് ഇവൻ അതിന്റെ ശാപം കിട്ടാതെ ഈ ഭൂമി വിട്ടു പോയില്ല എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം പിണറായി വിജയന് പ്രൊസ്റ്റേറ്റ് ക്യാൻസർ ആണ് എന്നുള്ളത് PC ജോർജ് വെളിപ്പെടുത്തിയൊക്കെ നമ്മൾ കണ്ടതാണ്. എന്താണ് പ്രൊസ്റ്റേറ്റ് ക്യാൻസർ എന്നുള്ളത്? താഴത്തെ ക്യാൻസർ ആണ്. അതെന്താണ് എന്നുള്ളത് അറിയേണ്ടവർ ഗൂഗിൾ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. അതിന്റെ ആ സ്റ്റേജിൽ ഈ രോഗി അനുഭവിക്കുന്ന അനുഭവം ഉണ്ടല്ലോ മക്കളെ, ഒന്നൊന്നര കിട്ടലാണ്. കാരണം ഈ ചങ്ങാതി ഇങ്ങനെ കുനിഞ്ഞു കൂകിക്കൂടി ഇങ്ങനെ നടക്കുന്നത് കണ്ടിട്ടില്ലേ പിണറായി വിജയൻ? അത് വെറുതെ ഒന്നുമല്ല, ആ രോഗത്തിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് തന്നെയാണ്. അത്ര കണ്ടാണ് ഈ പ്രൊസ്റ്റേറ്റ് ക്യാൻസർ ഒരു മനുഷ്യനെ കാർന്നു തിന്നുന്ന വേദന. അയാളുടെ ഹൈ പ്രഷർ കണ്ടില്ലേ, ചാടിക്കടിക്കുന്ന സ്വഭാവമൊക്കെ കണ്ടില്ലേ? അതൊന്നും നാച്ചുറൽ ആയിട്ട് വരുന്നതല്ല, അതൊക്കെ ഈ രോഗത്തിന്റെ ഭാഗം തന്നെയാണ്. അപ്പോ അവസാന ശ്രമമായിട്ട് നമ്മുടെ തമ്പ്രാൻ കാട്ടിക്കൂട്ടുന്ന കോപ്രായമാണ് ഈ ആഗോള അയ്യപ്പ സംഗമം എന്നുള്ളത്. ആരെങ്കിലും സംശയിച്ചാൽ കുറ്റപ്പെടുത്താനാവില്ല. എന്തായാലും ആ ഓൺലൈൻ ചാനലിൽ വന്നിരിക്കുന്നത് എങ്ങനെയാണ്:
ശബരിമലയിലെ അയ്യപ്പ സേവാ സംഗമത്തിന് പിന്നിൽ ദൈവവിധിയോ? കേരളം നേരിടുന്ന മൊത്തം പ്രശ്നങ്ങൾക്കും പരിഹാരമായാണ് അയ്യപ്പ സേവാ സംഗമം നടത്തുന്നതെന്ന് സൂചന. ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിച്ചതിന്റെ പ്രതിവിധിയാണ് ഇതിന് കാരണം. പലവിധ ആശങ്കകൾ കാരണമാണ് ഈ പരിഹാരം നടത്തുന്നത്. ജ്യോതിഷികൾ നൽകിയ കുറിപ്പ് ഈ ചാനലിൽ കിട്ടി എന്ന് പറയുന്ന ആ ചാനൽ പറയുന്നുണ്ട്. പാപപരിഹാര ക്രമമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന പലതും. ക്ലിഫ് ഹൗസിലെ ഗോശാല അടക്കം ഇതിന്റെ ഭാഗമാണെന്നാണ് സൂചന. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബം ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നതും ഈ പാപപരിഹാര ഫലമാണെന്നാണ് വിലയിരുത്തൽ. നോക്കൂ, പിണറായി വിജയന്റെ മകളും ഒരുപാട് കുടുംബക്കാരും ഒക്കെ ക്ഷേത്രങ്ങളിൽ നിരന്തരം പോകുന്ന വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഡൽഹിയിൽ വീണ വിജയൻ ക്ഷേത്ര ദർശനം കഴിഞ്ഞിറങ്ങുന്ന ചിത്രങ്ങളും വീഡിയോ ഒക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഇതിന്റെ പരിഹാരത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുക തന്നെയാണ്. ഈ ജ്യോതിഷ വിധി പ്രകാരം ആ ഓൺലൈൻ ചാനൽ പുറത്തുവിടുന്നത് എങ്ങനെയെന്ന് അറിയാമോ? ഇങ്ങനെയാണ്: ശബരിമല ക്ഷേത്ര ധർമ്മത്തിനുണ്ടായ ഭംഗം മൂലം ശാസ്താവിന്റെ ശാപഫലം ശക്തമായിരിക്കുന്നു. ഇത് രാജാവിന് ദോഷമായും രോഗങ്ങൾക്കും കാരണമാകുന്നു. ആരാണ് രാജാവ് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ശനി, കേതു, ഗുരു, ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങളുടെ കോപം വ്യക്തമാണ്. മരണം, അപമാനം, സ്ഥാനഭ്രംശം, ബന്ധനം, ശാരീരിക പീഡകൾ, പുത്രദുഃഖം, പുത്രവിരഹം, ദണ്ഡനം എന്നിവ ലഗ്നാലും ഗോചരാലും കാണുന്നു. പ്രശ്നവശാൽ ഈ ജന്മത്തിൽ പാപങ്ങൾ മുൻജന്മ പുണ്യത്തെ പൂർണ്ണമായും ഹനിച്ചിപ്പിക്കുന്നുവെന്നാണ് പരിഹാര നിർദ്ദേശത്തിലെ ആദ്യ വിശദീകരണം. ദോഷപരിഹാരത്തിന് ഗോസേവയും പറയുന്നു. വീടിനോട് ചേർന്ന് ഗോശാല സ്ഥാപിക്കണമെന്നും സ്വാമിയെ ശരണമയ്യപ്പ എന്ന മന്ത്രം 1008 തവണ ജപിക്കണമെന്നും പറയുന്നു. നോക്കൂ, ഇതൊന്നും പിണറായി വിജയൻ നേരിട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടായിരിക്കാം പിണറായി വിജയൻ അയ്യപ്പ സംഗമം എന്ന രീതിയിൽ തന്നെ ഈ ഉഡായിപ്പ് നടത്തുന്നത്. മാത്രമല്ല, പിണറായി വിജയൻ എന്തിനാണ് ഈ പറയുന്ന പിണറായി വിജയന്റെ ക്ലിഫ് ഹൗസ്, പിണറായി വിജയൻ താമസിക്കുന്ന, മുഖ്യമന്ത്രി താമസിക്കുന്ന ക്ലിഫ് ഹൗസിനോട് ചേർന്ന് വലിയ ഗോശാല ഉണ്ടാക്കിയത്? ചോദ്യമല്ലേ? അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും ആ ദോഷപരിഹാരമായിട്ട് തന്നെയാണ് ഗോശാല ഉണ്ടാക്കിയതും. ഗോസേവ നടത്തണം. പിന്നെയോ ഈ പറയുന്ന കറുത്ത വസ്ത്രം പബ്ലിക്കായിട്ട് ധരിക്കാൻ പറ്റാത്തതുകൊണ്ട് കറുത്ത കാറിൽ സഞ്ചരിക്കുന്നു. സ്വാമിയെ ശരണമയ്യപ്പ എന്ന മന്ത്രം 1008 തവണ ജപിക്കണമെന്നും പറയുന്നു. ദേവിയുടെ പാദം മുറുക്കി പിടിച്ച് ചെയ്ത തെറ്റുകൾ പൊറുക്കാൻ പ്രാർത്ഥിക്കണമെന്നും പറയുന്നു. ഇതിന്റെ ഭാഗമാണ് ക്ലിഫ് ഹൗസിൽ ഗോശാല സ്ഥാപിച്ചതെന്ന വിലയിരുത്തൽ സജീവമാണ്. ചാർട്ടിലെ അടുത്ത ഭാഗം നടപ്പാക്കാനാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന വിലയിരുത്തലിലേക്ക് എത്തുന്ന ചാർട്ടാണ് പുറത്തു വരുന്നത്. ഇത്തരത്തിലാണ് ഈ ന്യൂസ് ചാനൽ പുറത്തുവിട്ടിരിക്കുന്നത്. നോക്കൂ, ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും സത്യം തന്നെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ പിണറായി വിജയൻ എന്തൊക്കെ ദോഷപരിഹാരം നടത്തി കഴിഞ്ഞാലും അതൊന്നും ഏൽക്കാൻ പോകുന്നില്ല. കാരണം അത്ര വലിയ പാപമാണ് പിണറായി വിജയൻ ചെയ്തിരിക്കുന്നതെന്ന് കൃത്യമാണ്, വ്യക്തമാണ്, അത് ശക്തമാണ്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന നാളുകളിൽ പിണറായി വിജയന്റെ കൂനിയുള്ള നടത്തം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർക്ക്, അതല്ലെങ്കിൽ വിശ്വാസികൾക്ക്, ഈ മലയാളികൾക്ക്, അതല്ലെങ്കിൽ ലോകത്തിന് ഒന്നടങ്കം അയ്യപ്പസ്വാമി എന്താണെന്നും ഇത്തരത്തിലുള്ള ഒരു കൊടും ദുഷ്ടത്തരം കാണിച്ച ദുഷ്ടന് അയ്യപ്പസ്വാമി എന്താണ് ശിക്ഷ കൊടുത്തതെന്നും അതിന്റെ അവസാനത്തെ ഭാഗങ്ങളിലേക്ക് കടക്കുമ്പോൾ എന്തായിരിക്കും ഇവന്റെയൊക്കെ അവസ്ഥ എന്നുള്ളതും കാണാനിരിക്കുന്ന മാന്യ പ്രേക്ഷകർ വളരെ ആഹ്ലാദത്തോടെ, അതല്ലെങ്കിൽ ആവേശത്തോടെ തന്നെ ശരണം വിളിച്ചുകൊണ്ട് ഇവനെ വീണ്ടും 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 പ്രാഗി തന്നെ നമ്മുടെ ഈ ജന്മത്തിൽ ഒരു ഭാഗമാക്കി ഈ ദുഷ്ടത്തരം കാണിച്ച ഈ ദുഷ്ടനെ പ്രാഗും എന്നുള്ളത് നമ്മൾക്കറിയാം. ആ പ്രാക്ക് ഒരിക്കലും ഏൽക്കാതെ പോയില്ല. കാരണം അത്ര വലിയ പാപമാണ് അയാൾ ചെയ്തിരിക്കുന്നത്. ലോകത്താകമാനമുള്ള അയ്യപ്പ വിശ്വാസികളെ അവരുടെ നെഞ്ചിൻകൂട് തകർക്കുന്ന, തല ചവിട്ടിപ്പൊളിക്കുന്ന, വൃത്തികേട് ചെയ്ത് അത്ര കണ്ട ആചാര ലംഘനം നടത്തിയ ഇവനെ അയ്യപ്പസ്വാമി വെറുതെ വിടില്ല എന്നുള്ളത് ശക്തം തന്നെയാണ്, വ്യക്തം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ ഭക്തന്റെയും ജീവിതത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ഒരു ഇച്ചിരി ഭാഗം മാറ്റിവെക്കുക. ഈ കൊടും ക്രൂരനെ, അയ്യപ്പസ്വാമിയുടെ ആചാര അനുഷ്ഠാനങ്ങൾ ലംഘിക്കാൻ വേണ്ടി കൂട്ടുനിന്ന് കമ്മ്യൂണിസ്റ്റ് ദുഷ്ടത്തരം കാണിച്ച ഈ പിണറായി വിജയനെ അത്യാവശ്യം ആ ഒരു പ്രാക്കിന്റെ ഭാഗത്ത് മാറ്റി നിർത്തി ഭഗവാനോട് താണുകയാണ് അപേക്ഷിക്കുക. കൊടുക്കണമേ, അറിഞ്ഞു കൊടുക്കണമേ, അങ്ങോട്ട് വിളമ്പി കൊടുത്തേക്കണേ, അനുഭവിക്കുന്നത് നമ്മുടെ മുൻപിൽ തന്നെ കാണാനുള്ള അവസരം തരണേ കലിയുഗ വരദ എന്ന് ശക്തിയോടെ, ഭക്തിയോടെ നമ്മൾ ഓരോരുത്തരോടും പ്രാർത്ഥിക്കേണ്ടതാണ് എന്ന് വീണ്ടും വീണ്ടും ഉറക്കെ പറയട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.